കാണുന്നില്ലല്ലോ. രഘുവേട്ടനും അമ്പളിച്ചേച്ചിയും തിരിച്ചു പോയി കാണുമോ? വാതില് തുറന്നു കിടക്കുന്നോണ്ട് അച്ഛൻ ഇവിടെ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. നീ വാ. ആ അച്ഛനെ കാണുന്നില്ലല്ലോ. അച്ഛൻ ചിലപ്പോ മുറിയിലായിരിക്കും. വാ നോക്കാം. അച്ഛാ. അല്ല, ആരൊക്കെ ഇത്? ഉണ്ണിക്കുട്ടനെ കൊണ്ടുവന്നില്ലേ? ഇല്ലച്ചാ, ഇത്രയും ദൂരം സ്കൂട്ടറിൽ അവനെ കൊണ്ട് വരുന്നത് റിസ്ക് ആണച്ചാ. ആ, അത് ശരിയാ. പിന്നെ ശബരിക്കിനൊരു കാറൊക്കെ വാങ്ങാം അല്ലേ? വാങ്ങണച്ചാ, അതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് പിന്നെ ബിസിനസ്സിലെ വലിയ മത്സരം നടക്കല്ലേ അച്ഛാ. മയൂരി ഗാർമെന്റ്സ് ഒന്ന് ഡള്ളായപ്പോ ഞങ്ങളുടെ കമ്പനി മുന്നിലെത്തിയതായിരുന്നു. അപ്പോഴേക്കും അത് രഘുവേട്ടൻ ഏറ്റെടുത്തില്ലേ? അതിലൊന്നും കാര്യമില്ല എന്റെ തയ്യേ. ഏത് രംഗത്തായാലും നല്ല മത്സരം ഉണ്ടെങ്കിലേ നല്ല വിജയികളും ഉണ്ടാവും. ശബരി ഇതുവരെ പിടിച്ചു നിന്നില്ലേ? ഇനി അവൻ ഒന്നാമനായി തന്നെ നിൽക്കും. ആ, നിങ്ങൾ അങ്ങോട്ട് പോയിരിക്കെ. ചായ ഇട്ട് തിരിപ്പുണ്ട്, ഞാനത് ചൂടായി കൊണ്ടുവരാം. ചെല്ല്. അയ്യോ, അച്ഛാ, അതൊക്കെ ഞാൻ ചെയ്തോളാം. തന്നെ. ഇന്ന് നീ ചെയ്യും, നാളെയോ? ശരി. അച്ഛനും ശബരിയേട്ടനും അവിടെ ചെന്നിരുന്ന് സംസാരിച്ചേ. ഞാൻ ചായ കൊണ്ടുവരാം. അതിങ്ങ് തന്നെ. ഞാൻ ഇവിടെ ഉള്ളപ്പോ അച്ഛനൊന്നും ചെയ്യണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം. ചെല്ലച്ചാ. ഇരിക്ക് ശബരി. കഴിഞ്ഞ ദിവസം എല്ലാവരും ഒന്ന് പേടിച്ചു അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് രഘു വിളിച്ചു പറഞ്ഞില്ലേ? രഘുവേട്ടനെ വിളിച്ചിട്ട് കിട്ടിയിരുന്നില്ല അച്ഛാ. പിന്നെ അനുചേച്ചിയെ ദയ വിളിച്ചപ്പോഴാണ് ഒരാശ്വാസമായത്. ഞാനിവിടെ ഉണ്ടായിരുന്നു. ഫോൺ കംപ്ലൈന്റ് ആയ കാര്യം അറിഞ്ഞില്ല, അതുകൊണ്ട് പറ്റിയതാ. അച്ഛൻ ഗാർമെന്റ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരികയായിരുന്നോ? അനുചേച്ചി വിചാരിച്ചു അച്ഛൻ ദാസങ്ങളുടെ വീട്ടിലുണ്ടാവുമെന്ന്. അവിടെയുള്ളവര് വിചാരിച്ചു അച്ഛൻ അനുചേച്ചിയുടെ വീട്ടിൽ കാണുമെന്ന്. അച്ഛൻ ആരോടും പറയാതെ ഇങ്ങോട്ട് വന്നെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു കാരണം കാണാതിരിക്കില്ല. വിനേട്ടന്റെ അമ്മയോടും അമ്മാവനോടും രഘുവേട്ടനും അമ്പിളി ചേച്ചിയും മോശമായി പെരുമാറിയത് അച്ഛന് വിഷമായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അവിടെ നിന്ന് പോയതിനു ശേഷം വീണ്ടും അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നടന്നു അച്ഛാ? ഏയ്, അവിടെ ഒരു പ്രശ്നവും നടന്നില്ലതേ. എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നി, ഞാൻ എങ്ങ് പോകും, അത്രയേ ഉള്ളൂ. അച്ഛൻ ക്ഷണിച്ച ആരോ ഒന്ന് വരാനുണ്ടായിരുന്നല്ലോ, എന്നിട്ട് പുള്ളി വന്നായിരുന്നോ? ഇല്ല. ആദ്യത്തിന് അതിനുശേഷം എന്നെ വിളിച്ചിരുന്നു. ഒരു ദിവസം ഇവിടെ ഒന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങള് വൈകിട്ടല്ലേ പോവുള്ളൂ? എനിക്കൊന്ന് ബാങ്ക് വരെ പോണം. ഞാൻ ഉച്ചയ്ക്ക് വരുമ്പോ ഫുഡ് വാങ്ങിച്ചോണ്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട അച്ഛാ. ഞങ്ങള് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അച്ഛനിവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളും അച്ഛൻ്റെ ഒപ്പം ഇറങ്ങാം, അല്ലതേ? അത് വേണ്ട ശബരേട്ടാ, എന്തായാലും വന്നില്ലേ, ഇന്ന് അച്ഛനും കൂടി വേണ്ടി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. എന്നിട്ട് നമുക്ക് അച്ഛനൊപ്പം ഇരുന്ന് ഊണും കഴിച്ചിട്ട് പോവാം. ആ, അതൊരു നല്ല ഐഡിയ. അച്ഛനെന്നാ ബാങ്കിലേക്ക് പോയിക്കോ,
തിരിച്ചു വരുമ്പോഴേക്കും ഞങ്ങള് നല്ലൊരു സദ്യ തന്നെ ഒരുക്കി വെച്ചേക്കാം. അതിനിവിടെ സാധനങ്ങളെല്ലാം ഉണ്ടോന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് സദ്യ വെക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ എല്ലാം വാങ്ങി തന്നിട്ട് പോവാം. അയ്യോ, അതൊന്നും വേണ്ട. എന്താ ആവശ്യമുള്ളതെന്ന് ദയ പറഞ്ഞ ഞാൻ വാങ്ങിച്ചോണ്ടോന്നോളാം. അച്ഛൻ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട. ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് വിട്ടതാ അച്ഛാ. ശരി ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. ശരി.